ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തണ്ണിമത്തൻ വെച്ചിട്ട് നോമ്പ് തുറയ്ക്ക് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുരു ഒഴിവാക്കുക. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാത്ത കുട്ടികളാണെച്ചാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നോമ്പിന് ഇതൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നല്ല മനസ്സും ശരീരം ഒക്കെ തണുപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ കട്ടയാക്കിയിട്ട് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിളപ്പിച്ചാറിയിട്ട് കട്ടയാക്കി എടുക്കാം, അല്ലാണ്ടും എടുക്കാം കേട്ടോ. ഞാൻ തിളപ്പിച്ചാറി കട്ടയാക്കി എടുത്തതാണ്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടാക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തണ്ണിമത്തൻ നല്ല മധുരമുണ്ട്, എന്നാലും നമ്മൾ അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല മധുരമൊക്കെ അല്ലേ ഇഷ്ടം. അപ്പോൾ ഇതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മൾ കുടിക്കുന്നതിന് 5 മിനിറ്റ് മുൻപ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായ നല്ല സർബത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ കട്ടയാക്കിയിട്ട് പാല് കട്ടയാക്കി മിൽക്ക് മെയ്ഡ് ഒപ്പം ഒഴിച്ച് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഏത് കഴിക്കാത്ത കുട്ടികൾക്കും ഇത് കുടിക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തണ്ണിമത്തൻ കഴിക്കാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. വലിയവർക്കും ചെറിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമാവും. ഈ നോമ്പിന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടാവും. എന്നാലും ഇതുപോലെ പാല് കട്ടാക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം.